ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനസ്സ് തുറന്ന് ദൈവസന്നിധിയിൽ നിൽക്കാനാണ് നോമ്പ് കാലം നമ്മെ വിളിക്കുന്നത്. നാം പുറത്തേക്ക് ഭക്തിയുടെയും കരുണയുടെയും മുഖം കാട്ടുമ്പോഴും ഉള്ളിൽ പാപത്തിലും അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും ജീവിക്കുകയാണെങ്കിൽ അതിന് അർത്ഥമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാറ്റമാണ്, വെറും ആചാരങ്ങളല്ല. അപ്പം തിരിച്ചറിയുകയും അതിൽ നിന്ന് മടങ്ങി വരികയും ചെയ്യുന്നതാണ് യാഥാർത്ഥ മാനസാന്തരം. ദൈവസന്നിധിയിലേക്ക് മടങ്ങിയെത്തുന്ന ഓരോ ആത്മാവിനെയും അവൻ കരുണയോടെ സ്വീകരിക്കുന്നു. നോമ്പ് എന്നത് വെറും ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല, അന്യചിന്തകളിൽ നിന്നും വിട്ടുനിൽക്കൽ, അന്യായത്തിൽ നിന്നും മാറി നിൽക്കൽ, മറ്റുള്ളവരെ സഹായിക്കൽ, ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യൽ എന്നതാണ് നോമ്പിന്റെ യാഥാർത്ഥ ഫലങ്ങൾ. നമ്മുടെ വിശ്വാസം വാക്കുകൾ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തികളിലൂടെ തെളിയണം. പ്രാർത്ഥന, ഉപവാസം, സ്നേഹം, ദാനം ഇവയൊക്കെയും ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകൂ. നോമ്പുകാലം നമ്മെ ശുദ്ധീകരിച്ച് പുതുക്കപ്പെടാൻ സഹായിക്കുന്നു. സത്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ദൈവകൃപ ലഭിക്കട്ടെ. ജയ് മിഷലിംഗ്.